ഹലോ, നമ്മളെല്ലാവരും വീട്ടിൽ പുട്ടുണ്ടാക്കും. ആരെങ്കിലും മാമ്പഴപ്പുട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ? നമുക്കിന്ന് ചക്കയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് ചക്കപ്പുട്ട് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് മാമ്പഴം വെച്ചിട്ടൊരു പുട്ടുണ്ടാക്കിയാലോ? മാമ്പഴപ്പുട്ട്. നന്നായി പഴുത്ത ഒരു മാങ്ങയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. 2 ചിരട്ടപ്പുട്ടിനുള്ള പൊടിയാണ് എടുത്തേക്കുന്നത്. സ്റ്റീംഡ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീംഡ് പുട്ടുപൊടിയാണെങ്കിൽ ഇതൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ സാധാ പുട്ടുപൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് കറക്റ്റ് നനവ് നോക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിതൊരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സാക്കി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പം ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചിരട്ടപ്പുട്ടിന് ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നല്ല പഴുത്ത മാങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ തേങ്ങ മാത്രമേ ഇടുന്നേ ഉള്ളൂ. അധികം പഴുക്കാത്ത മാങ്ങയാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് തേങ്ങയും ആ മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരു ഭംഗിയും ഉണ്ടാകും. പിന്നെ മാങ്ങയുടെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ തേങ്ങ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് നനച്ച പുട്ടുപൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് വേകാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കാം. ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പുട്ടിന് ആവി വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല വലിയ ടേസ്റ്റ് ഒന്നല്ല. നമ്മൾ ചക്കപ്പുട്ടൊക്കെ കഴിക്കും. നമ്മൾ ചക്കയൊക്കെ വെച്ച് പുട്ട് കഴിക്കില്ലേ, അതുപോലൊക്കെ തന്നെ മാമ്പഴപ്പുട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടമാകുമായിരിക്കും. Pitica.